Hello guys, welcome back to another video. This video is specially dedicated to all people who loves cars, especially the classic and modern and all kind of cars. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ഒരു പാർക്കിൽ നടന്ന ഒരു കാർ ഷോ ആയിരുന്നു ഇത്. അപ്പോൾ എല്ലാ കൈൻഡ് ഓഫ് കാർസ് ഇവിടെ ഉണ്ടായിരുന്നു, ഓൾഡ് ന്യൂ, ഏത് കൈൻഡ് ഓഫ് ആയിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണാത്ത പല കാറുകളും ഇവിടെ കണ്ടു. എനിക്ക് ഈ കാർസിനെ കുറിച്ചൊന്നും പറയാൻ വലുതായിട്ടൊന്നും അറിയത്തില്ല, പക്ഷേ ചിക്കു വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ അവിടെ കാണാൻ വേണ്ടി പോയത്. ഓരോന്നിൻ്റെയൊക്കെ നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അന്തം വിട്ടിങ്ങനെ ഇരിക്കേണ്ടത്, ദൈവമേ ഇങ്ങനെയൊക്കെ ആണോ എന്ന്. പിന്നെ പല മോഡേൺ കമ്പനികളുടെയും ഓൾഡ് വേർഷൻസ്, നമ്മൾ ജീവിതത്തിൽ കാണാത്ത വേർഷൻസിലൊക്കെ ഉള്ള കൈൻഡ് ഓഫ് കാറൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ നെറ്റ്ഫ്ലിക്സ് സീരീസിലൊക്കെ കാണുന്ന രീതിയിലുള്ള കാറുകളൊക്കെ ആയിരുന്നു ഇവിടെ കിടക്കുന്നത് കണ്ട് നമ്മളിങ്ങനെ അന്തം വിട്ട് കുന്തം വിണിയ പോലെയൊക്കെയായിരുന്നു ഞാൻ അവിടെ നിന്നിരുന്നത്. ഈ ഒരു സമയം എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഹാർട്ട്ഫുൾ ആയിട്ട് ഇവർ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് വളരെയായിട്ട് ഇവിടെ ചെന്നപ്പോൾ ഫീൽ ചെയ്തൊരു കാര്യം. പിന്നെ ഒരു കാര്യം മനസ്സിലായത്, ഓൾഡ് ഏജ് കപ്പിൾസ് ആയിട്ടുള്ളവരാണ് ഇത് മെയിൻറ്റെയിൻ ആയിട്ട് ഇങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നതായിട്ട് മനസ്സിലായി. അവരാണ് ഇവരെ ഡിസ്പ്ലേക്കൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ തലയിൽ കിരീടം വെച്ച അപ്പച്ചൻ എന്ന് പറയുന്നത് റേഞ്ച് റോവറിൻ്റെ ഏത് ഓൾഡ് ഫാമിലിയാണ്. അപ്പോൾ ഇതൊക്കെ റേഞ്ച് റോവർ ഫാമിലിയിലുള്ള വണ്ടികളാണ്. അപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഹെർബി എന്നുള്ള ഒരു കാറിൻ്റെ ഒരു മൂവി ഉണ്ട്. അപ്പോൾ ആ മൂവിയിലെ സെയിം കാറാണെന്നൊക്കെ തോന്നുന്ന രീതിയിൽ സെയിം കാർ അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ സെയിം ലൈക്ക് അതിൽ ഇങ്ങനെ മ്യൂസിക്സ് ആക്ടിവിറ്റീസ് അതിൻ്റെ ഇങ്ങനെ അനക്കം ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു ഇവൻ്റായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കര ചെന്ന് പേടിച്ചായിരുന്നു ആദ്യത്തെ ഒരു മൊമെൻറ്റിൽ. പിന്നീട് ചെന്നത് ക്യൂട്ട് സ്മോൾ കാസിൻ്റെ ഏരിയയിലോട്ടാണ്. അവിടെ എഞ്ചിനൊക്കെ തുറന്ന് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ഇൻസൈഡൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഇതൊരു അപ്പച്ചൻ്റെ ഒരു 50th ആനിവേഴ്സറിക്കൊക്കെ വാങ്ങിച്ച കാറൊക്കെ ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പിന്നീട് ചെന്നപ്പം ബാക്കി കുറേ ഡിസ്പ്ലേയിലുള്ള കാറുകൾ കണ്ടു. ഇതിൻ്റെയൊക്കെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്കറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഞാനൊരു ഇങ്ങനെ കുഞ്ഞ് കളർ ഡിഫറൻസ് ഉള്ള കാറുകൾ കണ്ടു. പിന്നെ ഒരെണ്ണം കണ്ടത് തുറന്ന് വെച്ചിരിക്കും. ഞാൻ ആദ്യം വെച്ചത് പോർഷയായിരിക്കുന്നു, പക്ഷെ അതല്ലായിരുന്നു. കുറച്ച് ഡിസ്പ്ലേക്ക് ശേഷം ഈ കാണുന്നതാണ് നമ്മുടെ ജാഗ്വറിൻ്റെ ഒരു ഓൾഡ് വേർഷനാണ്. വെരി ക്ലാസി ആയിട്ടുള്ള ഒരു മോഡലാണ്. എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് ജാഗ്വർ എന്ന് പറയുന്നത്. നല്ല ഷൈനിങ് ആയിട്ട് കിടക്കുന്ന ഒരു വണ്ടിയായിട്ട് ഇവിടെ കിടപ്പുണ്ട്. സോ ഭയങ്കര അട്രാക്റ്റീവാണ്. ഇത് ഏതോ റയലിനൊക്കെ യൂസ് ചെയ്താണ്. ഭയങ്കര ഒരു നല്ല കളർഫുള്ളാണത്. പിന്നെ ഇവിടെ വിബ്ജിയോർ പോലെ പല കളറുള്ള വണ്ടികൾ ഡിസ്പ്ലേ ഇട്ടിരിക്കുകയായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ സെയിൽ ഓപ്ഷൻ നടക്കുന്നുണ്ട്. നേരിട്ട് പോയി സംസാരിച്ച് നമുക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ തരും. പിന്നെ ഞങ്ങൾ കണ്ടതാണ് പംകിൻ പോലെ ഇരിക്കുന്ന, വാട്ടർമെലൺ പോലെ ഇരിക്കുന്ന കുറേ വണ്ടികൾ. സോ ഇതൊക്കെ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല തോന്നും. നെക്സ്റ്റ് സ്റ്റേഷൻ കണ്ടത് ഫ്യൂണറൽ ഓപ്ഷൻസിന് വേണ്ടിയിട്ടുള്ള നമ്മൾ കോഫിൻ, അതായത് ശവപ്പെട്ടി പോലെ മോഡലുള്ള, അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോഡി ഡെക്കറേറ്റ് ചെയ്ത് മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വണ്ടിയായിരുന്നു. സോ അതും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നോക്കുന്ന രണ്ട് ബ്യൂട്ടിഫുൾ നല്ല രണ്ട് സുന്ദരി പെൺപിള്ളേർ അവിടെ നിന്ന് സൂപ്പർ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. അത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു. പിന്നെ പല കൺട്രിയുടെ ഫ്ലാഗ് ഓപ്ഷനൊക്കെ വെച്ച് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ വണ്ടികൾ. അതാണെങ്കിൽ ഈ കാണുന്ന വണ്ടിയിൽ ഒരു മാലാഖയൊക്കെ നിൽക്കുന്ന കാണാം. നിങ്ങൾക്കപ്പോൾ ഇതിൻ്റെയൊക്കെ പേരറിയെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ ഞങ്ങൾ കണ്ടതാണ് നമ്മുടെ സ്പോർട്സ് റേസിനൊക്കെ പോകുന്ന പോലത്തെ ഒരു വണ്ടി. അപ്പോൾ തന്നെ ആരോ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭയങ്കര ബാസ് വോയിസ് ആയിരുന്നു അവിടെ. പിന്നീട് ഈ കണ്ട ഈ വലിയ പേടകം പേർഷ്യൻ കാർസ് ആണ്. അത് ഈ കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നൊക്കെ പണ്ട് ഇമ്പോർട്ട് ചെയ്തതായിട്ട് അവൻ്റെ അസംബ്ലിയൊക്കെ ഓസ്ട്രേലിയയിലൊക്കെ ആണെന്നാണ് ഗൂഗിളൊക്കെ കാണിക്കുന്നത്. പിന്നെ ഈ ബ്ലാക്ക് കളറുള്ള വണ്ടി നല്ല അട്രാക്റ്റീവ് ആയിരുന്നു. ഇതിൻ്റെ സൈഡിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എക്സിബിഷന് വേണ്ടിയിട്ട്, ലൈക്ക് എന്താണ് അവർ മീൻ ചെയ്യുന്നത്, എപ്പോഴത്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത്. സോ 1936 ഉണ്ടായിരുന്ന ഒരു വണ്ടിയുടെ ഒരു മോഡലാണിത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിരുന്നു. പിന്നീടുള്ള സെക്ഷൻ നമ്മുടെ ചങ്കത്തിൽ ലംബോർഗിനി ആയിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ വണ്ടിയൊക്കെ ആർക്കൊക്കെ ഉള്ളതെന്നൊക്കെയുള്ള ഐഡിയ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെ നമ്മുടെ നാട്ടിൽ ഓടിച്ച അവസ്ഥകളൊക്കെ നമ്മൾ വീഡിയോയിലൂടെയൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിവിടെ എനിക്ക് കാണാൻ പറ്റി. പിന്നീടുള്ള സെക്ഷൻ ഒരു ട്രാക്കറായിരുന്നു. അപ്പോൾ അതിനകത്തിരിക്കുന്ന ഗസ്റ്റിന് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഞാൻ കാണുന്നത് നമ്മുടെ മാഗിയാണ്. അപ്പോൾ മാഗി നൂഡിൽസ് അല്ല, ഇതെന്ന് പറഞ്ഞാൽ റോഡ് റോളറാണ്. അപ്പോൾ ഇതൊരു 8 ടണ്ണിൻ്റെ എന്തോ കിലോ ആയിട്ടുള്ള ഒരു വെയിറ്റ് ഉള്ള ഒരു റോഡ് റോളറാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഡിസ്ക്രൈബിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇവർ കോളാണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു എഞ്ചിനീയറിംഗ് ടീമാണ് ഇത് ഡിസ്പ്ലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവരതിൻ്റെ എല്ലാ എക്സ്പ്ലനേഷനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അപ്പച്ചൻ എന്നെ നൈസായിട്ട് അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. കാരണം ഞാൻ വ്ലോഗ് എടുക്കുക എന്നുള്ള രീതിയിൽ പോയി എടുത്തോളൂ എന്നുള്ള രീതിയിൽ കയറ്റി വിടുന്നുണ്ട്. പിന്നെ ആ നിൽക്കുന്ന അപ്പച്ചനാണ് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്നും എനിക്ക് വളരെയധികം മനസ്സിലായില്ല. ബട്ട് സ്റ്റിൽ ഇതൊക്കെ നമ്മുടെ മനുഷ്യൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ ഒരു പ്രൂവാണ്. അതാണെങ്കിൽ നമ്മൾ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയാലും അതൊക്കെ സ്റ്റിൽ നിലനിൽക്കുന്നു. മനുഷ്യൻ ബേസിക് കണ്ടുപിടുത്തങ്ങൾ എങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള നമ്മുടെ ഒരു തിരിച്ചറിവിൻ്റെ ഒരു വ്യൂ ആണ് ഇവിടെ എല്ലാം കാണുന്നത്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പല വണ്ടികളുണ്ടായിരുന്നു, പല ഷേപ്പിൽ. അപ്പോഴാണ് നമ്മുടെ ഒരു ചുണ്ടൻ വെള്ളം ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ചുണ്ടൻ വെള്ളമല്ല, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായത്. സ്കൂട്ടറോ കാറോ എന്തോ ആണ്. അങ്ങനെ നെക്സ്റ്റ് പോലീസ് ടീമിൻ്റെ വകയായിട്ട് നമുക്കൊരു കൊളിഷൻ ഇമ്പാക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് വണ്ടി ഇടിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഇതിലിരിക്കുന്നതെന്ന് മനസ്സിലാവും. ഞാൻ നല്ല കണക്ക് കൂകി വിളിച്ചായിരുന്നു, നല്ല കണക്ക് പേടിച്ചിട്ട്. മോർ ഓവർ നമ്മുടെ ന്യൂസിലൻഡ് പോലീസ് ടീം അവർ വണ്ടിയൊക്കെ ഡിസ്പ്ലേ ആയിട്ട് ഭയങ്കര ഡിസ്ക്രൈബിങ് ഒക്കെ ആയിരുന്നു. അവരെങ്ങനെ അത് യൂസ് ചെയ്യുന്ന, അവർ വയർലെസ് സിസ്റ്റം അങ്ങനെയുള്ളതെല്ലാം. അതുകൂടാതെ അത് നമുക്കൊന്ന് ജസ്റ്റ് കെയർ ചെയ്യുന്നു, ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കാനൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചാൻസ് ഞാൻ 1-2 വീഡിയോ ഒക്കെ അങ്ങ് എടുത്തു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര കൂളായിട്ടാണ് അവർ നമ്മളോട്
സഹകരിച്ചത്. അവർ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അവർ പറഞ്ഞാൽ റെഡി ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പോൾ കീപ് സബ്സ്ക്രൈബിങ് ഫോർ നെക്സ്റ്റ് വീഡിയോസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ബൈ. ലൈസൻസ് ഇല്ലാതെ പോലീസ് പിടിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചു പോവാണ്.